ഹലോ. സർ. ഓ, നിങ്ങളോ? മാഡം ബില്ല് മാറി തന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഞങ്ങൾക്കൂടെ ഒന്ന് ബോധ്യപ്പെടണ്ടേ? ഞാനൊന്ന് വെരിഫൈ ചെയ്യട്ടെ. അതിനൊക്കെ അതിൻ്റേതായ സമയമെടുക്കും. ഏതായാലും നിങ്ങൾ പോയിട്ട് ഒന്ന് നാളെ വാ. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം, ഒരു ഇൻസ്പെക്ഷൻ. സർ പ്ലീസ്, എനിക്കൊരു കുഞ്ഞുള്ളതാണ്. ഹസ്ബൻഡാണ്, സ്ഥലത്തുമില്ല. ഇന്ന് തന്നെ ലീവ് എടുത്താ വന്നത്. ഇനി നാളെ കൂടെ വരാമെന്ന് വെച്ചാൽ സാറിൻ്റെ അവസ്ഥ ഒന്നും മനസ്സിലായി. നിങ്ങളാണ് എൻ്റെ അവസ്ഥ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഞാൻ ലേറ്റായി. ഒരു രക്ഷയില്ല. സോറി സർ, പ്ലീസ് സർ. പെങ്ങളെ ഇങ്ങനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. ആള് പറഞ്ഞതാ. പിന്നെ ഈ പോകുന്നത് ഇൻസ്പെക്ഷൻ ഒന്നല്ല, മാറ്റ്നിക്കാ. ടിക്കറ്റ് എടുത്തു കൊടുത്തത് ഞാനല്ലേ. ഹലോ മോളെ, ഇവിടെ കുഞ്ഞിനെ ഇന്ന് കുളിപ്പിക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല. ചൂട് കാരണം എന്റെ കുഞ്ഞ് കരഞ്ഞു തളർന്നു. അവിടെ എന്തായി? റെഡിയായോ മോളെ? ഇനി കേൾക്കുന്നില്ലേ? ഹലോ. മോളെ വാ, പോ. സർ, ഇതും കൂടി പ്ലീസ്. ലഞ്ച് ബ്രേക്കാണ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ. വളരെ അർജന്റാ, പ്ലീസ്. സർ, ടൈം ഒന്ന് നോക്കൂ, ഇപ്പോൾ തന്നെ ലേറ്റായി. സർ, ഒന്ന് സഹായിക്കൂ. സർ പ്ലീസ് ഇരുന്നോളൂ. എന്തു പറ്റി സർ? മാഡം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എൻ്റെ മോളെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇന്ന് ഈവനിങ് ഒരു മേജർ സർജറി ഉണ്ട്. ഇപ്പോൾ തന്നെ ക്യാഷ് അടയ്ക്കണം. അവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുക. എനിക്കാണെങ്കിൽ 2:30 ട്രെയിനും പിടിക്കണം. മാഡം, ഞാൻ ആകെ തളർന്നിരിക്കുക. സാർ, ആ ക്യാഷിന് തരും. ആ ഫോൺ എടുത്തോളൂ, ഞാനിപ്പോൾ വരാം. ഹലോ മോളെ. നോവിൽ പുഞ്ചിരി മറയും, മിഴികൾ നിറയും നനവിൽ, കാണാതകലും മനമേ ഞാനറിയാതെ. മോളെ കരയല്ലേ കേട്ടോ, അച്ഛൻ ഇപ്പൊ വരാട്ടോ. സാറ് വിഷമിക്കണ്ട, 2:30 ക്യാഷ് ക്രെഡിറ്റ് ആവും. ധൈര്യമായി പൊക്കോളൂ, ട്രെയിന് സമയമായില്ലേ. ഓ, താങ്ക് യു സോ മച്ച്. ബട്ട് അന്ന് ഞാൻ അതൊന്നും സാരില്ല. സാറ് പോയിട്ട് വരും.